പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ജസ്റ്റ് ബൈക്കിന് സ്കിഡായി വീണ് കൈയൊക്കെ കുറേ ഇങ്ങനെ ടയറിൽ ഉരഞ്ഞു പോയി. അപ്പോൾ ആ വർക്ക് പ്രോജക്റ്റ് പക്ഷേ അന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാതെ കയ്യിൽ കുറച്ച് കോട്ടണൊക്കെ വെച്ച് റാപ്പ് ചെയ്ത് വെച്ച് അവിടെ പോയിരുന്ന് വർക്കിങ്ങിനെ ചെയ്യുക. ഒരു 1 o'clock 2 o'clock ആയപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്. കാരണം കയ്യിൽ നിന്ന് ബ്ലഡ് എനിക്കിപ്പോൾ ഓർമ്മ ഡ്രോപ്പായിട്ട് വീണിട്ട് താഴെ കുറച്ച് പേപ്പറൊക്കെ ഞാൻ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ ബ്ലഡ് താഴെ ആവാതെ ഈ പേപ്പറിലായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ പേപ്പർ ഇങ്ങനെ നനഞ്ഞിറങ്ങി അടുത്തെടുത്തു. അപ്പോൾ ഉച്ചയായപ്പോഴേക്ക് ഈ അൺകോൺഷ്യസ് ആയിട്ട് കുറച്ച് വരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ചേട്ടനോട് ചേട്ടനിക്ക് ഒട്ടും പറ്റത്തില്ല. ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയതും അതുപോലെ ഇപ്പം ഒരുമിച്ച് പാർട്ണർഷിപ്പിൽ നമ്മൾ ക്ലിനിക്സ് റൺ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? എന്താണ് ഓപ്പോസിറ്റ്സ് ആണ്. ഇപ്പൊ തന്നെ നോക്കിയാൽ നിങ്ങൾ മുട്ടയടിച്ചേക്കണം, ഞാൻ മാക്സിമം മുടി നേടിയിരുന്നു, ഞാൻ വലിയിരിക്കുന്നു, നിങ്ങൾ അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് അടിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ പോലും ഐ ആം വെയറിങ് എ വൈറ്റ്, യു ആർ വെയറിങ് എ ബ്ലാക്ക്. ഒരു സൈഡിലുള്ള കുറവ് നമ്മൾ മറു സൈഡിലോട്ട് നികത്തണം, അപ്പോഴല്ലേ അതൊരു കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ആക്ച്വലി ബിസിനസ് സെയിൽസ് ഇങ്ങനെയുള്ളത് കുഞ്ഞുനാളിൽ തന്നെ കുടുംബത്തിൽ കണ്ടതാണ്. മീൻസ് വലിയ ഒരു സംഭവമൊന്നുമില്ല. അമ്മൂമ്മയായാലും കുഞ്ഞു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് പോലെയുള്ള ചെറിയ എഗ്സ്, ബനാന അങ്ങനെയുള്ള ചെറിയ ജോലി. അപ്പോൾ അപ്പച്ചനായിരുന്നാലും ചെറിയ പലചരക്ക് കട ഇങ്ങനെയുള്ള സംഭവം. ഈവൻ എൻ്റെ കുഞ്ഞുനാളിലും എൻ്റെ ഫാദറിനായാലും ചെറിയ കടകൾ തുടങ്ങും. പുള്ളിക്ക് പക്ഷേ കുറേ പോകുമ്പോഴേക്കും ക്രെഡിറ്റ് ഒരുപാടാകും, അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ എബ്രോഡ് പോവും, നമ്മുടെ ഡെപ്റ്റൊക്കെ ഉള്ളത് ക്ലിയർ ചെയ്യും, എഗെയിൻ വരും, വീണ്ടും ആവശ്യത്തോടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും കുറേ ഒരു 2 വർഷം കഴിയുമ്പോൾ പഴയ അവസ്ഥ വരും വീണ്ടും. ഇതാണ് ഞാൻ ഏകദേശം ഒരു 5th സ്റ്റാൻഡേർഡ് വരെ ഇതാ കണ്ടത്. എൻ്റെ ഓർമ്മ അന്നു മുതൽ 5th സ്റ്റാൻഡേർഡ് വരെ ഇതായിരുന്നു എൻ്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെ കേട്ട് വന്ന കാര്യം. പിന്നെ അപ്പോഴത്തന്നെ ഈ നമ്മൾ കുഞ്ഞിലെ കളിക്കുമ്പോൾ തന്നെ നമ്മൾ കളിക്കുന്നതൊക്കെ ഷോപ്പായിരിക്കും. കുറേ സംഭവങ്ങൾ വാരി നിരത്തി വെക്കുക, ഈ സാധനങ്ങൾ ഇത്ര രൂപ എന്ന് പറഞ്ഞ് വിൽക്കുക, കുറച്ച് ഫ്രണ്ട്സൊക്കെ വരിക, അവർ കുറച്ച് ഈ ഇലയും പേപ്പേഴ്സും പൈസ എന്ന് പറഞ്ഞ് തരിക, നമ്മളിത് കൊടുക്കുക. ഇതായിരുന്നു കുഞ്ഞുനാളിലുള്ള ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നുള്ളൊരു ഇനിഷ്യലി ഉള്ളൊരു സീഡ്സ് എന്ന് പറയാം, നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ചെറിയ വിത്തുകൾ. അതല്ലാതെ സെയിൽസ് എന്നുള്ളത് ആയത് ഒരു പക്ഷേ തികച്ചും കോയിൻസിഡൻസ് പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ആവേശമൂത്ത് പള്ളിയിലെ കോയറിൽ സ്ഥിരം പോകുമായിരുന്നു. അപ്പോഴങ്ങനെ ചെന്ന് വരുമ്പോൾ നമ്മുടെ സൗണ്ടിനെ കുറിച്ചും നമ്മുടെ കഴിവിനെ കുറിച്ചും സ്വയം മതിപ്പാണെങ്കിലും കൂടെയുള്ളവർക്ക് അത് അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ വരാത്തതുകൊണ്ടായിരിക്കും. അത് കുഞ്ഞു ചെക്കനല്ലേ. അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. കൺവെൻഷനിൻ്റെ പ്രാക്ടീസിന് കുറേ എല്ലാ പ്രാക്ടീസിനും പോയി. ഞാൻ സ്കൂളിൽ പോയി ക്ലാസ് കട്ട് ചെയ്ത് പ്രാക്ടീസ് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കാര്യം. അങ്ങനെ പ്രാക്ടീസിന് പോയി വന്ന അവസാനം അവർ ഒരു കാര്യം ചെയ്തു, ഇതെങ്ങനെ പ്രാക്ടീസിന് മിസ് ആകുന്നവരെ ലാസ്റ്റ് കൺവെൻഷന് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു നോക്കി. ഒരു രക്ഷയില്ല, എല്ലാ പ്രാക്ടീസിനും ക്ലാസ് കട്ട് ചെയ്തു. ലാസ്റ്റ് അവർ എൻ്റെ എക്സാം ഡേയ്സിൽ കൊണ്ടൊരു പ്രാക്ടീസ് വെച്ച് ഞാൻ അതും എക്സാം കഴിഞ്ഞ് ഓടിപ്പോയി അതിനിടയിൽ കെട്ടിയിരുന്നു. ലാസ്റ്റ് അവരെല്ലാം കൂടെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പള്ളിയിലെ കൊയർ മെമ്പേഴ്സ് ഒരു തീരുമാനമെടുത്തു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൺവെൻഷനെ പാട്ട് പുസ്തകം വിൽക്കുന്നത് ഇവരെ ഏൽപ്പിക്കാം. അപ്പോൾ പറയാം നമ്മുടെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരാളെ ഇത് ഏൽപ്പിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഡൈനുവിനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് ബുക്ക് മൊത്തം എൻ്റെ തന്നു. എന്നിട്ട് ഈ കൺവെൻഷന് ഈ നമ്മുടെ ഈ കൊന്ത പല സാധനങ്ങൾ വിൽക്കുന്നതിനിടയിൽ ഒരു സ്റ്റോളൊക്കെ ഇട്ട് കുഞ്ഞു ചെക്കനാ കുറേ ബുക്സ് ഒക്കെ തന്നു. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഞാനാണ് അവിടുത്തെ ഈ ബുക്ക് സെയിൽ ചെയ്യാൻ ഏറ്റവും പറ്റിയ ആളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വിൽക്കുന്ന സമയം കുറേ ഫ്രണ്ട്സ് വന്നോടാ ഞാൻ വേണ്ടി ഇല്ല എന്നെ ഏൽപ്പിച്ചതാണ്, ആർക്കും തരത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് തിരക്കായി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ബുക്ക് വാങ്ങണം ഇപ്പുറത്തെ സൈഡ് പറഞ്ഞു. അപ്പോൾ കുറേ പേര് ഇട വേണേൽ ഞാൻ അവിടെ കൊണ്ട് വിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അയ്യോ പറ്റില്ല, ഞാൻ ഭയങ്കര ഡിമാൻഡാണ്. ലാസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ട 1-2 ഫ്രണ്ട്സിന് മാത്രം ഒരു 5 പുസ്തകം 5 എണ്ണം വിറ്റ് ആ പൈസ കൊണ്ടുവരിക, അടുത്ത് തരാം. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കണ്ടപ്പോഴേക്കും ഒരുപാട് പേർക്ക് അയ്യോ ഈ ബുക്ക് വിൽക്കുന്നത് ഭയങ്കര എന്തോ വലിയ അഭിമാനമുള്ള കാര്യമായിട്ട് മാറി. സെക്കൻഡ് ഡേ വന്നപ്പോൾ ഒരുപാട് റെക്കമെൻഡേഷൻസ് വന്നു. പള്ളിയുടെ പല ചുമതലയുള്ള ആൾക്കാർ വന്നു പറഞ്ഞു അവരുടെ കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഡേ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മാനേജേഴ്സ് പോലെ കൈൻഡ് ഓഫ് ആയി. ഈ ബുക്കുകളെല്ലാം പേരെഴുതി ഇയാൾക്ക് 10 ബുക്ക് ഇയാൾക്ക് 10 ബുക്ക് അങ്ങനെ പറഞ്ഞ് പല ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. പിന്നെ വേറെ സ്റ്റോൾ ഈ പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്കുന്ന അവർ വന്നു, അവർക്ക് ബുക്ക്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോഗ്രാം കഴിയുമ്പോൾ പോയിട്ട് എല്ലായിടത്തും പേയ്മെന്റ് കളക്ട് ചെയ്യും. റിമൈനിങ് ബുക്ക് തിരിച്ചെടുക്കും. അതായിരുന്നു ലൈഫിലെ ആദ്യത്തെ ഒരു സെയിൽസ് ജോബ് എന്ന് പറയാം. അത് വളരെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ചെയ്തത്. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ഒക്കെ വന്നപ്പോഴേക്കും നെക്സ്റ്റ് ഇയർ എന്തായാലും ഞാൻ കൊയർ പ്രാക്ടീസിന് പോകാത്തത് കൊണ്ട് തന്നെ ബുക്ക് വയ്ക്കാനുള്ള ചുമതല കിട്ടിയില്ല.
പിന്നെ നമ്മൾ ഈ പഠിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു ബൾബുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. നമ്മൾ തന്നെ വീട്ടിൽ അപ്പനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും ഈ ബൾബൊക്കെ വെച്ച് സീരിയലായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇത് വിറ്റ് കഴിഞ്ഞാൽ കുറേ കാശ് കിട്ടും. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങും, പോയി കുറേ ബൾബ് വാങ്ങും. രാത്രി ഇരുന്നൊരു അന്നൊരു സോൾഡറിങ് ആൻഡ് 25 റുപ്പീസ് കണ്ടൊക്കെ ഉള്ളൂ. 25 റുപ്പീസിലൊരു വുഡിലുള്ള ഒരു സോൾഡറിങ് ആൻഡ് വാങ്ങും. ഈ രാത്രി ഇരുന്നിട്ട് സ്കൂളിൽ നിന്ന് വന്ന് സോൾഡർ ചെയ്ത് ഈ ബൾബുകൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു 11-12 മണി ആകുമ്പോഴേക്കും ഫാദർ ഇങ്ങനെ വരും. അപ്പം വന്നിട്ട് എന്തായി ബൾബൊക്കെ കത്തുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ആവേശമില്ല. നമ്മൾ ഇപ്പുറത്തെ അറ്റവും പിടിച്ചു മൊത്തത്തിൽ 25 ബൾബ് കണക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഒരു 10 ബൾബ് അല്ലെങ്കിൽ 12 ബൾബേ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ കുഞ്ഞല്ലേ, നമുക്കപ്പോൾ ഇതിനൊരു ടെമ്പറേച്ചർ, ഒരു ടൈം, ഇത്ര സമയത്ത് കൂടുതൽ ബൾബ് ചൂടാവാൻ പാടില്ല. അങ്ങനെ സോൾഡർ ചെയ്യുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ സോൾഡർ ചെയ്ത് വരുമ്പോൾ ഇവർ വന്ന് കത്തുമെന്ന് നോക്കുമ്പോൾ ഞാനെടുത്ത് കണക്ഷൻ കൊടുക്കും, നല്ലവണ്ണം തെളിയും. അപ്പോൾ തന്നെ ഒരു സൗണ്ട് ബൾബ് പോകും. പിന്നെ അവർ പറഞ്ഞു ശരി നീ ശരിയാക്കി കൊള്ളുന്നതായിട്ട് അവർ പോകും. പിന്നെ ഈ തെളിഞ്ഞ ബൾബ് ഉണ്ടെങ്കിൽ ഓരോ ബൾബും ചെക്ക് ചെയ്ത് ഒരു ഇതിനൊരു അടപ്പുണ്ടാകും. ഓരോ നമ്മുടെ ഈ പല ആകൃതിയിൽ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് അത് ഓരോന്നും ഓപ്പൺ ചെയ്യും, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാനിതൊക്കെ പഠിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ക്രിസ്മസ് കഴിയും. അപ്പോൾ പിന്നെ ആ ബിസിനസ്സിന്റെ കാര്യം ഇതാണ്. പക്ഷേ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുമായിട്ടുള്ള ഇഷ്ടം കാരണം വീണ്ടും അപ്പനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മുടെ ഈ FM റേഡിയോ സംഭവമൊക്കെ ഉണ്ട്. FM റേഡിയോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പനെ എന്നെ ഇങ്ങനെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പം ചോദിക്കും എടാ ഇതൊക്കെ ഒരു ദിവസം എത്ര എണ്ണം ചെയ്യാൻ പറ്റുമായിരിക്കും? അതും അപ്പം നമ്മൾ തുടക്കം ആയതുകൊണ്ടല്ലേ, കുറേ ആകുമ്പോഴേക്കും പ്രാക്ടീസിൽ ഒരുപാട് FM റേഡിയോ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഒത്തിരി വിൽക്കാനെന്നൊക്കെ പറയും. അങ്ങനെ പോവും. അപ്പോൾ വീണ്ടും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. ഇത് വെക്കും, സംഭവമൊക്കെ വയ്ക്കും. പാട്ട് കേൾക്കുമ്പോൾ അയ്യോ സൗണ്ട് ഇല്ല. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അയ്യോ ഇനി സൗണ്ട് കൂട്ടാൻ ആംപ്ലിഫയർ വേണമെന്ന്. നമ്മൾ കുഞ്ഞായതുകൊണ്ട് ആ ബേസിക് നോളജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എവിടെ വായിച്ചും ഫ്രണ്ട്സുമായിട്ട് ചോദിച്ചും പഠിച്ച് കുഞ്ഞായിട്ട് പഠിക്കുന്ന അറിവ് വെച്ചിട്ടായിരിക്കും നമ്മൾ സംഭവമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഈ പറയുന്ന പോലെ റേഡിയോ ഫ്ലോപ്പായി, ആംപ്ലിഫയർ ഫ്ലോപ്പായി. അപ്പോൾ അങ്ങനെ നമ്മൾ 10th സ്റ്റാൻഡേർഡൊക്കെ ഓൾമോസ്റ്റ് ഇരിക്കുന്ന 8th 9th സ്റ്റാൻഡേർഡ് ആയപ്പോഴും അപ്പം നാട്ടിൽ പിന്നെ വന്നിട്ട് കുറച്ച് കോൺട്രാക്ട് വർക്കൊക്കെ. അപ്പം പിന്നെ വീട്ടിൽ ഞാൻ വെറുതെ നിൽക്കുന്നത് അപ്പം എങ്ങനെയാണ് കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വീട്ടിൽ അത്രയ്ക്ക് കാശിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും ഈ ഫ്രീ ടൈം അവധി ദിവസങ്ങളിലെല്ലാം അപ്പൻ്റെ പണി സൈറ്റിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഈ എല്ലാ സാധാരണ പണിക്കാർ ചെയ്യുന്നത് മെറ്റൽ ചുമക്കുക, മണൽ ചുമക്കുക, പിന്നെ ഈ മാർബിൾ ഷീറ്റ് ചുമക്കുക, ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുപോവുക, അങ്ങനെ കുറേ ഈ പറയുന്ന സാധാ ജോലി. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 100 രൂപയാണ് കേട്ടോ സാലറി. അപ്പോൾ 100 രൂപയ്ക്കൊക്കെ ആ ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് +2 ആയപ്പോഴും ഇതേപോലെ ജോലി ചെയ്തു. പിന്നെ ഡിഗ്രി ആയപ്പോഴും ഇതേപോലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു തോന്നി ഞാനൊരു പക്ഷേ വീണ്ടും ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ മേ ബി നാളെ ചിലപ്പം എൻ്റെ അപ്പനെ പോലെ വേറൊരു കോൺട്രാക്ടർ ആയി തീരാൻ സാധ്യതയുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ഈ അനിമേഷൻ ഫീൽഡിലൊക്കെ VFXലൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി, അതെ ഭയങ്കര ബൂമായിട്ട് വന്നു. അപ്പം ഞാൻ തോന്നിക്കൊള്ളാം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള വർക്കൊക്കെ എടുത്ത് ചെയ്യാം, വേണമെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു 10-200 കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്ന ഒരു വലിയ ഇൻറ്റീരിയർ, അതിൻ്റെ നടുക്കുള്ളിൽ ഞാൻ നടന്നു പോകണം, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. ലഡ് പൊട്ടി. അപ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു മാഗസീനിൽ വന്ന ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞ സമയം അവരിപ്പോൾ പല ഇതിലേക്കും പോകാൻ വേണ്ടി വീട്ടിൽ ഫോഴ്സ് ചെയ്യേണ്ട, ആ വഴി പോയി ഈ വഴിയോ PGക്ക് പോകുന്നു. പക്ഷേ ഈ ഫിലിം VFX പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്തൊരു സ്ഥാപനത്തിൽ പോയി, ഈ ടെക്നോ പാർക്കിൽ 1-2 സ്ഥാപനങ്ങളിൽ പോയി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തു. അതൊരു വർഷത്തോളം പഠിച്ചു. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ ഇന്റർവ്യൂ ചെയ്ത് പ്ലേസ്മെന്റ് കിട്ടിയപ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആയി. അത് കാരണം ആ സമയത്ത് തന്നെ നമ്മുടെ ഈ കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ആൾക്കാർ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോംസ് വഴി ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ, എസ്പെഷ്യലി VFX പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഡൗട്ട് ചോദിക്കും, അവർ പറഞ്ഞു തരും. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പുതിയ സംഭവങ്ങൾ വരുന്ന അറിയാൻ പറ്റും. അത് ഈവൻ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ ഇരുന്ന് നൈറ്റ് അതിൻ്റെ ട്യൂട്ടോറിയൽസ് എല്ലാം പഠിച്ചു. അത് നമ്മൾ ഗ്രാജുവലി പോരുന്ന് പഠിച്ച് വന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കുറേ കാര്യങ്ങൾ അന്ന് അറിയാമെന്ന് നമുക്കൊരു ധാരണയുണ്ടായി. പക്ഷേ ഈ ഒരു വർക്കിന് എത്ര രൂപ കിട്ടും എന്നുള്ളൊരു ഉറപ്പില്ല. ഇത് സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു ഹൈ എൻഡ് ലെവലുള്ള നോളജ് ഒന്നുമില്ല. ബട്ട് ബേസിക്കലി കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിയാം. പിന്നെ ഇതിനൊക്കെ ചെയ്യുന്നൊരു ട്രിക്സ്, സ്കിൽ ലെവലൊക്കെ വേറെ കുറേ സംഭവങ്ങൾ വേണമെന്നുള്ളത് മനസ്സിലാക്കിയത് വളരെ വൈകിയ. ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഒരു കമ്പനി ഫസ്റ്റ് ഫോം ചെയ്തു ട്രിവാൻഡ്രത്ത്. അപ്പോൾ കമ്പനി ഫോം ചെയ്തൊക്കെ ഭയങ്കര സുഖമായിരുന്നു. നമ്മളിങ്ങനെ ഒത്തിരി ഡിസ്കഷൻ പലപ്പോഴും ചായക്കടയുടെ ഫ്രണ്ടിൽ, മരത്തിൻ്റെ ചുവട്ടിൽ, ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലിരുന്ന് അങ്ങനെ ഒത്തിരി ഡിസ്കഷൻ വന്നു. അപ്പോൾ കൂടെയുള്ള ഒരു ഫ്രണ്ടിന് തന്നെ ഒരു അവരുടെ റിലേറ്റീവിടെ ഒരു വീട് വെറുതെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു അബണ്ടൻ്റ് പോലെയായിരുന്നു, ഒരു
കാട് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും പോയിട്ട് ഭയങ്കര രസമായിരുന്നു. അവിടെ പോയിട്ട് ഈ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുക, ഫുള്ള് പെയിൻറ്റ് ചെയ്യുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വേറെ ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് വരുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ആൾക്കാരും പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര തമാശ. ഇതെല്ലാം പഠിക്കുന്ന പിള്ളേരാണ്. ഈ പെയിൻറ്റ്സ് ഭാഗ്യത്തിന് ഈ പുള്ളിക്കാരൻ ഈ ബാക്കി സ്ഥലങ്ങളിലെല്ലാം പെയിൻറ്റ് അടിച്ചിട്ട് ബാക്കി വരുന്ന പെയിൻ്റ് എല്ലാം ഈ ബിൽഡിങ്ങിലായിരുന്നുകൊണ്ട് സ്റ്റോർ ചെയ്തിരുന്നു. പുള്ളിക്കാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിൻ്റ് എടുത്ത് ഉപയോഗിച്ചോളാം. ഞങ്ങൾക്ക് എങ്ങനെ അറിയാമോ, ഞങ്ങളെന്താ ചെയ്യുന്നത്, കുറേ ആൾക്കാർ വരും, മുകളിൽ നിന്ന് കയറിലൊക്കെ പിടിച്ച് സർക്കസ് കളിക്കും പോലെ പെയിൻറ്റിങ്, വേറെ ആൾക്കാർ ബക്കറ്റിങ്ങനെ എടുത്ത് ചോറിലേക്കൊക്കെ ഒഴിച്ചിട്ട് ഓടി നടന്നിട്ട് ഒരു നല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ചു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ ചെയ്തത് ഇവിടുത്തെ കുറേ ഫിലിമിൻ്റെ വർക്കൊക്കെ എടുത്തിട്ട് എല്ലാം കൂടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു പുറത്തുള്ള വർക്ക്സ് എല്ലാം പിടിക്കുന്നത്. പക്ഷേ പുറത്തുള്ള വർക്ക് എടുക്കുമ്പോൾ മെയിൻ കാര്യം അവർ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് മൊത്തം നൈറ്റാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ പകൽ മൊത്തം ഇരുന്ന് പണിയും ചെയ്യും, രാത്രി ഇവരെടുത്തിരുന്ന് സംസാരിക്കണം. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന ഹാർഡ്ലി ഒരു 2 hours 3 hours ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാഗ്രഹം കാരണം നമ്മൾ കമ്പനിയുടെ ഫോട്ടോസും പ്രൊഫൈലും കാണിക്കാൻ പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ട്സ് അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് പല കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിഷ്യൽ ഫസ്റ്റ് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന വർക്ക് ലോഡ് ഭയങ്കര കൂടുതൽ. ഒരു 25-30 പീപ്പിളുള്ള വർക്ക് ആയിരിക്കും പെർ ഡേ അസൈൻ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പണി ചെയ്യുന്ന ഒരു 5 പേരായിരിക്കും. ഈ 5 പേര് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഇങ്ങനെ പണി ചെയ്ത് അങ്ങനെ. പക്ഷേ അത്യാവശ്യം നല്ല വർക്ക് ഡെലിവർ ചെയ്തു. ഒരുപാട് വർക്കിൻ്റെ ഔട്ട്സോഴ്സ്, ഒരുപാട് നല്ല സ്റ്റുഡിയോ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടായിരുന്ന വർക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റ് കിട്ടിയ സമയത്താണ് ഫസ്റ്റ് നമ്മുടെ ടീമിലുള്ള, നോർമലി പാർട്ട്ണർഷിപ്പിൽ വരുന്നത് പോലെ വലിയൊരു അന്നൊരു മൾട്ടി ക്രോർ ഒരു പ്രോജക്റ്റ് വന്ന സമയത്ത് നമ്മുടെ ടീമിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ, കാരണം സെപ്പറേറ്റ് പോയ ഇതേപോലെ സംഭവം ഫുള്ളും എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇതൊരു നോർമൽ ചിന്താഗതിയാണ് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു പുള്ളി വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മുടെ ടീം സ്പ്ലിറ്റായി, 2ആയിട്ട് സ്പ്ലിറ്റായി. പിന്നെ 2ആയിട്ട് ടീം സ്പ്ലിറ്റ് ആയിട്ടും നമ്മൾ കുറേ നാൾ പിടിച്ചു നിന്നു. നമ്മൾ വർക്ക് എടുക്കുന്ന അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു ചെയ്തു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടിയുടെ റേറ്റ് വളരെ കുറവാണ്. ഈ ഇന്ത്യൻ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴായിരിക്കും ഇൻഡസ്ട്രിയുടെ റേറ്റിനെക്കാട്ടും വളരെ കുറവ്. നമ്മളെന്താ ചിന്തിക്കുന്നത്, നമുക്ക് എത്ര രൂപ വേണം, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, നമുക്ക് നല്ല വർക്ക് കിട്ടണം, നമ്മൾ നല്ലവണ്ണം പേരെടുക്കണം, നമ്മുടെ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ആവണം. ഇതായിരുന്നു നമ്മുടെ ഇൻഷൻ. നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാനോ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയാനോ ഒന്നും ആരും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങൾ തന്നെ സ്വയം നെറ്റിലും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും, ബുക്സിൽ വായിക്കും, ഇതുകൊണ്ട് സ്വയം പഠിക്കും, സ്വയം ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് സ്കെയിൽ ഡൗൺ ചെയ്ത് പിന്നെ നമ്മൾ ചെയ്തപ്പോഴേക്കും നമ്മൾ ഈ ഇനിഷ്യലി വളരെ ചീപ്പ് റേറ്റിൽ വർക്ക് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ഈ പേയ്മെൻറ്റ് ഒന്ന് നോക്കി ആസ് പെർ ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലേക്ക് റേസ് ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സ് വില്ലിങ് ആയിട്ടില്ല. ഈ പുറത്തുള്ള അവർ ഏതൊരു പ്രൊഫഷണലിസമായിട്ട് അവർ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ റേറ്റ് പെട്ടെന്ന് മീൻസ് ഒരു 6 months 1 yearനകത്ത് നമ്മുടെ റേറ്റ് വളരെ വ്യത്യാസം വരുത്തിയിട്ട്, റേറ്റ് കുറവായതുകൊണ്ട് തന്നെയാണ് അവർ ഒത്തിരി വർക്ക് അസൈൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഈ ക്രിസ്മസ് ടൈമിലെല്ലാം ഒരുപാട് വർക്ക് കിട്ടാറുണ്ട് നോർമൽ സിനാരിയോയിൽ ഈ VFX ഇൻഡസ്ട്രിയിൽ. അങ്ങനെ വർക്ക് ചെയ്ത് ഒരു UK-യുടെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ജസ്റ്റ് ബൈക്കിന് സ്കിഡായി വീണ് കൈയൊക്കെ കുറേ ഇങ്ങനെ ടയറിൽ ഉരഞ്ഞു പോയി. അപ്പോൾ ആ വർക്ക് പ്രോജക്റ്റ് പക്ഷേ അന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാതെ കയ്യിൽ കുറച്ച് കോട്ടണൊക്കെ വെച്ച് റാപ്പ് ചെയ്ത് വെച്ച് അവിടെ പോയിരുന്ന് വർക്കിങ്ങിനെ ചെയ്യുക. ഒരു 1 o'clock 2 o'clock ആയപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്. കാരണം കയ്യിൽ നിന്ന് ബ്ലഡ് എനിക്കിപ്പോൾ ഓർമ്മ ഡ്രോപ്പായിട്ട് വീണിട്ട് താഴെ കുറച്ച് പേപ്പറൊക്കെ ഞാൻ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ ബ്ലഡ് താഴെ ആവാതെ ഈ പേപ്പറിലായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ പേപ്പർ ഇങ്ങനെ നനഞ്ഞിറങ്ങി അടുത്തെടുത്ത് വയ്ക്കും. അപ്പോൾ ഉച്ചയായപ്പോഴേക്ക് ഈ അൺകോൺഷ്യസ് ആയിട്ട് കുറച്ച് വരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ചേട്ടനോട് എനിക്ക് ഒട്ടും പറ്റത്തില്ല, എന്താണെന്ന് വെച്ചാൽ അറിയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് എന്നിട്ട് പറഞ്ഞു ഡൈന് നോക്ക്, ആർമിയിലൊക്കെ നമ്മൾ കാല് മുറിഞ്ഞു പോയാലും നമ്മൾ ഒരു കാല് വെച്ചുകൊണ്ട് പോയി ഫൈറ്റ് ചെയ്യണം, ഓടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റ്. വീണ്ടും ഞാൻ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീറ്റ് വീട്ടിലേക്ക് പോയി. പക്ഷെ വീട് വരെ എത്തിയില്ല. പകുതി എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഓർമ്മ പോകുന്ന പോലെ തോന്നി. പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് അന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. പക്ഷേ അതൊരു ഈ മുറിവുകളെല്ലാം ഉണങ്ങാനൊരു 30 days-ഓളം എടുത്തു. എല്ലാ ദിവസവും ഡ്രസ്സിങ്ങും മാസം. അതിനിടയിൽ തന്നെ മാനസികമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയോട് എനിക്കൊരു അകൽച്ച ഉണ്ടായി. അതിനുശേഷം പിന്നെ തിരിച്ചു പോകാൻ അവർ ഒത്തിരി വിളിച്ചിട്ട് ഞാൻ പോയില്ല. അങ്ങനെ ഒന്ന് വീട്ടിൽ പാരൻസ് വന്നിട്ട് വെറുതെ ഇരിക്കുമല്ലേ, ഞങ്ങളെല്ലാം ഒരുപാട് വയസ്സാവുണ്ട്, എന്തെങ്കിലും കാര്യം ചെയ്യുക, വെറുതെ ലൈഫ് വേസ്റ്റ് ആക്കരുതെന്ന് കരുതിയപ്പോഴാണ്
ഒരു ഫ്രണ്ട് പറഞ്ഞത് ഈ നമ്മുടെ ഏതെങ്കിലും ജോബ് പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്കെന്ത് ജോലി കിട്ടും, ജസ്റ്റ് അതും അറിയില്ല. എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അന്ന് നമ്മുടെ റെസ്യൂം ഇടുമ്പോൾ സജഷനിൽ കുറേ ചോദിച്ചു. ആ ജോബ് പോർട്ടലിൽ കണ്ട് സജഷനിൽ ചോദിച്ചു എല്ലാത്തിനും അപ്ലൈ ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്ലൈ ചെയ്ത് താഴോട്ട് ഇങ്ങനെ വീട്ടിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എൻ്റെ ഫോൺ റിങ് ചെയ്തു. മോളിൽ പോയപ്പോഴേക്ക് ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ട്രിവാൻഡ്രം എത്ര ദൂരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജസ്റ്റ് അടുത്താണ്. അപ്പോൾ പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ചെല്ലാൻ കഴിയുമെന്ന്. ഇൻ്റർവ്യൂ പെട്ടെന്ന് എന്താ സംഭവം ഏതാണെന്നൊക്കെ പുള്ളിയോട് തന്നെ ചോദിച്ചു. അപ്പോൾ പുള്ളി കുറച്ച് പറഞ്ഞു ഫാർമ സെയിൽസ് ആയിരുന്നു, ഇതാണ് ഈ മെഡിസിൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ 1-2 മെഡിസിൻസ് എൻ്റെ വീട്ടിൽ വാങ്ങുന്ന മെഡിസിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിരുന്നു. ഞാൻ പിന്നെ വന്നു ഭക്ഷണം കഴിച്ചു, വീണ്ടും പോയി നെറ്റിൽ സെർച്ച് ചെയ്തു, ആ മെഡിസിൻസിനെ കുറിച്ച് പഠിച്ചു, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു, അതിൻ്റെ ആരൊക്കെ ഏതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഉപയോഗം, അത് എന്ത് കണ്ടൻറ്റാണ്, അതിൻ്റെ പാർശ്വഫലങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെ ചിന്തിച്ചിട്ടായിരുന്നില്ല അന്ന് നമ്മുടെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കണം. നാളെ അവിടെ പോയിരുന്നിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പോയി ചാടണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കുറേയൊക്കെ ഒരുപക്ഷെ പ്രിപ്പറേഷൻ ആയിരിക്കും ഞാൻ അറിയാതെ ചെയ്തത്. പ്രിപ്പയർ ചെയ്തു, അവിടെ പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഒരു 10-20 ആൾക്കാരോളം ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴേക്കും ഞാൻ കരുതി എന്തായാലും കിട്ടത്തില്ല. എല്ലാവരും ടൈയൊക്കെ കെട്ടി കോട്ടൊക്കെ കെട്ടി. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു കുറേ ഈ കാഷ്വലായിട്ട് കുറേ വരയൊക്കെയുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് ചുമ്മാ പാട്ടും പാടി പോയിരിക്കുക. അപ്പോൾ എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു ഈ സംഭവം എനിക്ക് കിട്ടാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വിളിച്ചു. അകത്ത് പോയപ്പോഴും ഞാൻ ഭയങ്കര കാഷ്വലായിട്ടൊക്കെ പോയിരുന്നിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ മെഡിസിൻ എനിക്കറിയാം, എൻ്റെ ഗ്രാൻഡ് മ ഉപയോഗിക്കേണ്ടത്, ഇതെനിക്കറിയാം, ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവർ ശരി ഓക്കെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തെ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഫസ്റ്റ് ലൈൻ മാനേജർ ഓടി വന്നിട്ട് ഒരാൾ സെലക്ട് ആയ ആളുടെ കഴുത്തി കിടന്ന ടൈയെല്ലാം ഊരി എനിക്ക് കെട്ടിത്തരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഇതെന്താ സംഭവം, അടുത്ത ലെവൽ ഇൻ്റർവ്യൂ പോയിക്കോളാം ടൈം കൊണ്ട്. അടുത്തവണ പോയപ്പോഴേക്കും കോൺഫിഡൻസ് എല്ലാം പോയി. അപ്പോൾ ജസ്റ്റ് പുള്ളിയുടെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു. SM ആയിരുന്നു രാമകൃഷ്ണൻ എന്ന് അദ്ദേഹത്തിനടുത്ത് സംസാരിച്ച അദ്ദേഹത്തിന് ഒരുപാട് അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നിയില്ല. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ടെറിട്ടറി, എനിക്ക് വീട്ടിൽ ഇത് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ നിന്ന് എങ്ങോട്ടും മാറി നിൽക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത ടെറിട്ടറി വന്നത് തൃശ്ശൂർ ചാലക്കുടി ആയിരുന്നു. അപ്പോൾ ചാലക്കുടി ആയിട്ട് എനിക്കെങ്ങനെ അവർക്കാണെങ്കിൽ ചാലക്കുടിയിൽ കുറേ കാലമായിട്ട് ഒരു മനുഷ്യനെ കിട്ടാതിരിക്കുക. അപ്പോൾ നമ്മുടെ റീജിയണൽ മാനേജർ, അവിടുത്തെ ഡിസ്ട്രിക്ട് മാനേജർ, HR എല്ലാവർക്കും എങ്ങനെയെങ്കിലും എന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. കാരണം അവർ കുറേ കാലമായിട്ട് ഒരാൾ അന്വേഷിക്കുന്നുണ്ട്, സൂറ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് കിട്ടുന്നുമില്ല, അവർക്ക് എങ്ങനെയും ഒരാൾ വേണം. അപ്പോൾ അവർ ഈ ടെറിട്ടറി ബില്ലിംഗ് ആണോ അതാണ് ഓക്കെ ഫൈൻ, ഈ കുഴപ്പമൊന്നുമില്ല, ജോബ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ജോലി പഠിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴും ഈ കുഞ്ഞുനാളിൽ നമ്മൾ ഈ ഫാർമ സെയിൽസിനെയൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുമ്പം ഈ ടൈ ഒക്കെ കെട്ടി ആൾക്കാർ വരുന്നു, ഡോക്ടറെ കാണും, സംസാരിക്കുന്നു. നമ്മളൊക്കെ എന്ത് വലിയ സംഭവമാണ്, വലിയ ഫോർമലായിട്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ വരുമ്പോൾ വലിയ ആൾക്കാരെന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിക്കും എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നൊരു അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അതങ്ങനെ നല്ലൊരു ജോലി തന്നെയായിരുന്നു. അപ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും ആ ജോലി, നമ്മൾ എസ്പെഷ്യലി സെയിൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ ഇൻ്റർവ്യൂവിലേക്ക് പോയി. പുള്ളിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ഞാൻ സംസാരിക്കുന്ന സൗണ്ടൊന്നും പുറത്ത് വരുന്നില്ല. അപ്പോൾ പുള്ളി എന്താ പറയുന്നത് പറഞ്ഞാൽ ഇയാളെടുത്ത് ഒന്നും പറയണ്ട, വീട്ടിൽ ബാക്കിയുള്ളവരടുത്തെല്ലാം നാളെ ഇൻഡക്ഷന് വരണമെന്ന് പറയുക. ഈ പുള്ളി നാളെ വരുവാണെങ്കിൽ സെലക്ട് ചെയ്തു, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ അവർ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ഈ കുറച്ച് പേര് പോയി, കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെ സെക്കൻഡ് റൗണ്ട് സെലക്ട് ആയ മിക്കവാറും എല്ലാവരും ഇരിപ്പുണ്ട്. അവരുടെ കൂടെ വൈകുന്നേരം വരെ ഇരുന്ന് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ സെലക്ട് ചെയ്തെന്നും പറഞ്ഞില്ല, ഒന്നും പറയില്ല. ഞാൻ വെറുതെ ഇരുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്, നാളെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുന്നു, പെട്രോൾ ഒഴിക്കാനുള്ള കാശ് ഞാൻ തരാം, പോയിക്കോ, പെട്രോൾ ഒഴിക്കേണ്ട കാശല്ലേ, ഞാൻ ആലോചിക്കേണ്ട. പിന്നെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ട്രിവാൻഡ്രത്ത് പോയി 8 o'clock ട്രിവാൻഡ്രത്തുള്ള സകല ടെക്സ്റ്റൈൽസ് കയറി ഇറങ്ങി ഒരു ടൈ വാങ്ങാൻ വേണ്ടിയിട്ട്. ഏതോ ടെക്സ്റ്റൈൽസ് എനിക്കൊന്ന് പൊളിഞ്ഞ് നമ്മുടെ അവിടെയുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഞാനായിട്ട് തുറപ്പിച്ച് ടൈ വാങ്ങി കെട്ടി. എങ്ങനെ കെട്ടുന്നൊന്നും അറിയത്തില്ല. അപ്പോഴേ മൊബൈൽ നോക്കി യൂട്യൂബിൽ നിന്ന് കുറച്ചൊക്കെ യൂട്യൂബാണെന്ന് തോന്നുന്നു നോക്കി പഠിച്ച് ജസ്റ്റ് അറിയാന്നുള്ള പോലെയൊക്കെ കെട്ടി. അവിടെ കെട്ടിയപ്പോൾ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് HR അഴിച്ചിട്ട് വീണ്ടും കെട്ടി തന്നു എനിക്ക്. അർണവ് എന്ന് പറയുന്ന സാറായിരുന്നു, പുള്ളി അത് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോഴായിരുന്നു SM വന്നിട്ട് വെൽക്കം ടു റാൻബാക്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമ്പനിയിൽ എന്നെ സെലക്ട് ചെയ്തത്. അവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 2 ദിവസം ട്രെയിനിങ്, അത് കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോയത്. അവിടെ രജി സക്കറിയ എന്ന് പറഞ്ഞ സാറായിരുന്നു. സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇങ്ങനെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് സെയിൽസിൻ്റെ നമ്മളൊരു കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ശരിക്കും നമുക്ക് എത്ര ടെൻഷനുണ്ട്, വിഷമമുണ്ട് എന്നുണ്ടെങ്കിലും കസ്റ്റമറുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെ കുഞ്ഞു ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം ഈ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി.
അത് കഴിഞ്ഞിട്ട് ഈ സാധാരണ ഇതിലൊന്നും ട്രാൻസ്ഫർ കൊടുക്കാറില്ല. ഒരു 1 year കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ട്രിവാൻഡ്രത്തേക്ക് വേക്കൻസി വരുമ്പോൾ തന്നുകൂടെ, എൻ്റെ നാട് ട്രിവാൻഡ്രമാണെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി സീരിയസ് ആണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു വേക്കൻസി വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ തന്നു. ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും നമ്മളെപ്പോഴും കമ്പനി മാറുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് മാറി വരുന്നത്. അപ്പോഴും സമയത്തുണ്ടായിരുന്ന മാനേജർ മാറി, വീണ്ടും പുതുതായിട്ട് ആദ്യമായിട്ട് മാനേജറായിട്ട് ഒരു പുള്ളി വന്നു. അപ്പോൾ പുള്ളിയുടെ ആ ഒരു അപ്രോച്ച് മൊത്തത്തിൽ എനിക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മേ ബി പുള്ളിയുടെ ആദ്യത്തെ ജോലിയായിരിക്കും മാനേജറായിട്ട്, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ടീമിൻ്റെ ഗൈഡൻസും മൊത്തത്തിലും എനിക്ക് ഞങ്ങൾ രണ്ടുപേരും ജോലിയിൽ ആരംഭഘട്ടത്തിലായിരുന്നതുകൊണ്ട് മാനേജറിൻ്റെ രീതികളോട് പറ്റാത്തത് കൊണ്ട്, മീൻസ് അങ്ങനെ ഒരു ഹാർഷായിട്ടോ മോശമായിട്ടല്ല, ഞങ്ങൾ നല്ല സൗഹൃദം തന്നെയാണ്. അദ്ദേഹത്തിനോട് ഇന്നേവരെ അത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആ ഒരു വർക്ക് പാറ്റേൺസ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അടുത്ത് വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ അവിടെയും ഇൻ്റർവ്യൂവിന് ഇതുപോലെ തന്നെ സംഭവിച്ചു. അവിടെയും ചെന്ന സമയത്ത് അത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് ആയിരുന്നു. അവിടെ പോയി കുറേ ഫാർമയുടെ ചോദ്യങ്ങൾ വെച്ച് മിക്കവാറും ഒന്നും എനിക്കറിയില്ല. ലാസ്റ്റും പുള്ളി കാര്യം കുറേ പഠിക്കാൻ വേണ്ടി ഇത് പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം, അത് പഠിച്ചിട്ട് പോയി പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് കൊള്ളാമല്ലോ. അങ്ങനെ പുള്ളി എന്നെ മുംബൈക്ക് അയച്ചു, HR-നെ കാണാൻ. അവിടെ പോയപ്പോഴും പഠിപ്പിച്ചതെല്ലാം പറഞ്ഞു, വേറെ കുറേ ചോദിച്ചു, അവിടെയും പെട്ട്. അവിടെയും പിന്നെ അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കുറേ സാധനം പഠിക്കാൻ വന്നിട്ട് പറഞ്ഞ് അരമണിക്കൂർ വരെ ഇത് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നു. അവിടെ ഇരുന്ന് പഠിച്ചു. അരമണിക്കൂർ 20 മിനിറ്റ് ആയപ്പോഴേക്കും അവർ ചിന്തിച്ച് മേ ബി അവനെ എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ സമയം തന്നിട്ട് ഒരു വലിയൊരു ബുക്കും കൊണ്ട് തന്നത്. എന്തോ ദൈവാധീനം അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ പഠിച്ചിട്ട് പുള്ളി വന്ന് പുള്ളിയോട് പറഞ്ഞ പുള്ളി കൊള്ളാലോ. അങ്ങനെ പുള്ളി അടുത്ത് HR-നെ എടുത്ത് അയച്ചു. HR-ന് 100% കോൺഫിഡൻസ് ഇല്ല. HR SM-നെ എടുത്ത് അയച്ചു. SM പറഞ്ഞു NSM-നെ എടുത്തോട്ട് അയക്കുന്നു, നോക്കട്ടെ. NSM-നെ എടുത്ത് അയക്കുന്നു. അങ്ങനെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിലുള്ള ഒരുവിധം എല്ലാ ഹയർ ഓഫീസറെടുത്തും കയറി ഇറങ്ങി. അവസാനം ഒരു പറഞ്ഞ് സെലക്ട് എടുത്തത്. അങ്ങനെയാണ് രണ്ടാമത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നല്ലോണം വർക്ക് ചെയ്തു. അവിടെയും നമ്മുടെ ഈവൻ റാൻബാക്സിലായിരുന്നപ്പോഴും നമ്മുടെ ടെറിട്ടറി നല്ല പെർഫോമിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമില്ല. രാവിലെ എണീറ്റ് അപ്പം തന്നെ ഇറങ്ങി ഫീൽഡിൽ പോകും. രാത്രി ഉറങ്ങാൻ സമയമായിരിക്കും വീട്ടിൽ വരുന്നത്. ഈവൻ നമ്മുടെ ജോലി ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പോലും ഫീൽഡിൽ തന്നെ ഉണ്ടാവും. കാരണം എനിക്ക് തൃശ്ശൂർ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ നമ്മുടെ കസ്റ്റമേഴ്സും വെൻഡേഴ്സും ഈ അസോസിയേറ്റ്സും മാത്രമേ ഉള്ളൂ. സെയിം ഇതുപോലെ അടുത്ത ഫാർമ കമ്പനിയിൽ കയറിയപ്പോഴും മിക്കവാറും ടൈം തന്നെ ഫീൽഡ് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്തത്. ഈവൻ അന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ മോർണിംഗ് 6 o'clock ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് 11 o'clock വീട്ടിൽ കയറുന്നത്. ഇപ്പോഴും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോഴും ശരിക്കും കേരളത്തിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഈ ഫാർമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. 2 മണിക്കൊക്കെ കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. രാത്രി 2 മണിക്കൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒരുപാട് കാലം. ഇപ്പോഴും കാണുന്നുണ്ടാവും സെയിം ഡോക്ടേഴ്സിനെ. അപ്പോൾ സെയിൽസിലോട്ടുള്ള ഒരു ഇൻട്രോ അവിടെയാണോ അതോ ചെറുപ്പം മുതലേ തോന്നിയതാണോ? എൻ്റെ ഒരു മെയിനായിട്ട് ഞാൻ സ്വന്തം മനസ്സിലാക്കി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ സംസാരിക്കാൻ പണ്ടേ ഇങ്ങനെ ആൾക്കാർ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാലും ഇവനെടുത്താ പെട്ട് ഇന്ന് മൊത്തം കത്തി വെക്കണം, അങ്ങനെ ഒരു സംസാരിക്കുന്ന ടൈപ്പ് ആളായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കത്തി വെക്കൽ തന്നെയാണ് മിക്കവാറും സ്ഥലത്തും പോയിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ സിഡ്നിയാണ് ഫസ്റ്റ് ഈ ഒരു നമ്മുടെ ഓഡിയോളജി റിലേറ്റഡ് പ്രൊഫഷൻ അല്ല ഹിയറിംഗ് റിലേറ്റഡ് പ്രൊഫഷനായിട്ട് ആദ്യം കയറുന്നത് സിഡ്നിയിലോട്ടാണ്. തീർച്ചയായും ഞാൻ ഈ ഫാർമ കമ്പനിയിൽ ഒരു 6-7 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നപ്പോഴും വീണ്ടും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ആവേശം വീണ്ടും വരുമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ അധികം ഇറങ്ങി അടുത്ത് ബിസിനസ് തുടങ്ങാൻ പോയി. വീണ്ടും കുറേ ഫ്രണ്ട്സിനെയൊക്കെ ചേർത്തിട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പഴവങ്ങാടി അമ്പലത്തിനടുത്ത് ഒരു ഫ്ലോറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഒരു 3 ഫ്രണ്ട്സ് ചേർന്നിട്ട് കുറേ സ്റ്റാഫിനെ ഹയർ ചെയ്ത് അവിടെയും കമ്പനി തുടങ്ങി. അവരെയും തുടങ്ങിയിട്ട് ഈ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സിനെല്ലാം അവരുടെ പേഴ്സണൽ പ്രയോറിറ്റീസ് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. പ്രയോറിറ്റി ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ അവരുടെ വർക്കിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റും ടൈം ഡെഡിക്കേഷനും ഭയങ്കര ഡിഫറെൻ്റാണ്. രണ്ടാമത് ഈ ഓണേഴ്സ് മെയിനായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ടൈം ഫ്ലെക്സിബിളാണ്. ഇവർക്ക് ഇഷ്ടം രാത്രി വർക്ക് ചെയ്യാനായിരിക്കും. ഇവർ പകൽ കറങ്ങി നടന്നിട്ട് രാത്രി വന്ന് വർക്ക് ചെയ്യും. എനിക്ക് പകലാണ്. അങ്ങനെയൊക്കെ വന്ന് ടീം സിങ്കിങ് ഇഷ്യൂ വന്നു. വർക്ക് കിട്ടുന്നത് കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റാതെയായി. കറക്റ്റ് വർക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് VFXൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലുള്ള എൻ്റെ ഒരു സ്കിൽ ലെവലൊക്കെ നല്ല രീതിയിൽ നഷ്ടപ്പെട്ടായിരുന്നു. അതേസമയം ഞാൻ കൂടുതലും വർക്ക് പുതിയത് പിടിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരുന്നിട്ടും കിട്ടുന്ന വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ആയപ്പോഴൊരു കോൺഫിഡൻസ് പോയി. ഒരു സെർട്ടൻ പോയിന്റിൽ വന്നപ്പോഴേക്ക് ഈവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവൻ ഒരു നാരങ്ങ വെള്ളം കുടിക്കേണ്ട കാശ് പോലും കയ്യില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കരുതിയത് ഇല്ല, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് അവിടെ ആ സമയത്ത് വീണ്ടും ആ കമ്പനി 2-3 ആൾക്കാർ ഓരോ വഴിക്ക് പോലെ ആയിരുന്നു ഏകദേശം ആ സമയമായപ്പോഴേക്കും. ഞാൻ പിന്നെ വീണ്ടും ഈ പറയുന്ന ജോബ് ബോർഡിൽ അപ്ലൈ ചെയ്ത് വീണ്ടും ഒരു കമ്പനി കയറി. അവർ കയറിയ സമയത്ത് ഇനിഷ്യലി ജസ്റ്റ് കയറി, എനിക്കൊരു ജോലി ഇല്ലാതെ വീണ്ടും ഫ്രഷർ എടുക്കുന്ന ഒരു സ്കെയിലാണ് അവരെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആ സമയത്തുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലും എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
കാരണം ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങിനകത്ത് നമ്മുടെ പാക്കേജ് പറയുന്നു പറഞ്ഞ ട്രെയിനിങ്ങിലും അതൊരു എക്സ്പെക്റ്റഡ് ലെവൽ വരാത്തത് കൊണ്ട് തിരിച്ചു വന്ന് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തപ്പോഴായിരുന്നു ഒരു ദിവസം നമ്മുടെ സീമൻസിൽ നിന്ന് HR വിളിക്കുന്നത്, സീമൻ സിഡ്നി എന്ന്. നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു, എറണാകുളം താജിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ജസ്റ്റ് ഒന്ന് വരാവൂ, ഇൻ്റർവ്യൂ ഇവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ കാശൊക്കെ കഷ്ടിച്ചതൊന്നും ഈ പറയുന്ന മൊത്തത്തിൽ ബ്രോക്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്, കാശൊന്നും ഇല്ല. കഷ്ടിച്ച് ട്രെയിനിൻ്റെ കാശൊക്കെ ഒപ്പിച്ച് ഒന്ന് എറണാകുളത്ത് പോയി ഇൻ്റർവ്യൂ വെച്ച് അവിടെയും പോയപ്പോൾ സെയിം അവസ്ഥ. ഞാൻ പോകുന്ന സ്ഥലമൊക്കെ കണക്കാം. അവിടെയും പോയപ്പോൾ ഈ പറയുന്ന കുറേ പേരുണ്ട്, ഒരു 10-25 ആൾക്കാരുണ്ട്, ഒരു വേക്കൻസി ഉള്ളൂ. ഒരു 10 വർഷം ഒരുപാട് വലിയ MNCs വർക്ക് ചെയ്ത സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ തന്നെ അവരെല്ലാം അങ്ങോട്ട്, ഞാൻ ഇംഗ്ലീഷിലൊന്നും അത്രത്തോളം